ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറിയ അയില തിളപ്പിക്കുന്നതാണ്. ഫ്രഷായിട്ട് കിട്ടുന്ന മീൻ തിളപ്പിച്ചാൽ വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കണ്ടോ, നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്, നല്ല കല്ല് പോലെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ മീൻ തിളപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റിയാണ്. അതുമാത്രമല്ല, നമ്മൾക്ക് നാളികേരം വേണ്ട. നമ്മൾക്ക് പെടുന്നനെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, മീനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ സമയമില്ല, വേഗം തയ്യാറാക്കണം എന്ന് വിചാരിച്ചാൽ ഈസിയായി തയ്യാറാക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മീൻ തിളപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 600 ഗ്രാം അയല എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ കല്ലിലേക്ക്, ചെറിയ കല്ലില്ലെങ്കിൽ അമ്മിക്കല്ലായാലും മതി, അതിലേക്ക് ഒരു 10-12 ചുവന്നുള്ളി ഇടാം. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എല്ലിയും ഇടാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, അതായത് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി ചതച്ചെടുത്ത് കഴിഞ്ഞു. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ഇല്ലെങ്കിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മൺചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും വേണം, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ വേണമെന്ന് പറഞ്ഞത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഉള്ളി, വെളുത്തുള്ളി, ചില്ലി ഫ്ലേക്സിൻ്റെ ഇടാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇടാം. നമ്മൾ ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ആണല്ലോ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമ്മൾ ഈ ചതച്ചെടുക്കുമ്പോഴാണ് അതിനൊരു കൊഴുപ്പ് കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് വെറുതെ ഇടുവാണെങ്കിൽ നമ്മളിത് കറിയാക്കുമ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് മുളകിൻ്റെ അംശമൊക്കെ ശരിക്കും നന്നായി വന്ന് നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ശരിക്കും ഉള്ളിയും വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും കൂടെ നന്നായി ചതച്ച് ഇതുപോലെ എടുക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇടാം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇതിൻ്റെ ശരിക്കും ആ മുളകൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് നല്ലപോലെ മൂത്ത് വരണം. ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 തക്കാളി. ഇനി തക്കാളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അല്പം വിനീഗർ ഒഴിച്ചാലും മതി കേട്ടോ. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, എന്നാലും തക്കാളിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി തക്കാളി ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരണം. ഇപ്പോൾ തക്കാളിയെല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത്, നമുക്ക് ചാറ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതിലേക്ക് ചാറ് ഒഴിക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇനി മീൻ കിടന്ന് വേകണമല്ലോ. ചെറിയ അയില ആയതുകൊണ്ട് അധികം വേവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇടേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ചു വരുമ്പോൾ നമുക്ക് മീനിടാം. ഇനി നമുക്കിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായി തിളച്ച് വന്നിട്ടില്ലേ?
തക്കാളിയൊക്കെ ഇനി ഇതിൽ കിടന്ന് ഒന്നുകൂടെയൊക്കെ വെന്തോളും. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ മീനായതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഫ്രഷ് മീനായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. ഇതുപോലെ തിളപ്പിച്ചത് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ മീനല്ലേ, അധികം വേവൊന്നുമില്ല. വലിയ ഇലയാണെങ്കിൽ നമുക്ക് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഇത് ചെറിയ മീനായതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ മതി. പിന്നെ ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് തന്നെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ ഇടവരരുത്. അതുകൊണ്ട് 5 മിനിറ്റ് നേരം കൂടെ നമുക്കിത് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൺചട്ടിയിൽ ഇരുന്ന് ഇനി ഇത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മീൻ ഉടഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടോ. വളരെ ഈസി ആയിട്ടുള്ള മീൻ തിളപ്പിച്ചത് റെഡിയായി. നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയില്ല. അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.